സോ ഹലോ എവ്രി വൺ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സെലാജനല്ലയുടെ ലീഫ് അനാറ്റമിയെ പറ്റി പഠിക്കാം. വളരെ സിമ്പിളാണ് ലീഫ് അനാറ്റമിയും. അപ്പം നമ്മൾ സാധാരണ പ്ലാന്റ്സിൻ്റെ ലീഫ് അനാറ്റമി പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത്? ലീഫിൽ 3 റീജിയൻസ് സാധാരണ കാണാറുണ്ട് അല്ലേ? അപ്പർ എപ്പിഡെർമിസ്, ലോവർ എപ്പിഡെർമിസ്, പിന്നെ ഒരു മിഡിൽ റീജിയൻ. ഈ മിഡിൽ റീജിയനെയാണ് നമ്മൾ മീസോഫിൽ റീജിയൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പം മീസോഫിൽ ടിഷ്യൂസ് എന്ന് പറയുന്നത് സ്പോഞ്ചി ടിഷ്യൂസും പാലിസൈഡ് ടിഷ്യൂസും കൂടെ ചേർന്നതാണ്. ഇനി ഇവിടെയും അതുപോലെ 3 റീജിയൻസ് ഉണ്ടായിരിക്കും. അതിൽ അപ്പർ എപ്പിഡെർമിസിലും ലോവർ എപ്പിഡെർമിസിലും ഉള്ള സെൽസ് യൂണിസീറിയേറ്റ് ആയിരിക്കും. യൂണിസീറിയേറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ലെയർഡ് ആയിരിക്കും. ഇതുകൂടാതെ തന്നെ 2 എപ്പിഡെർമൽ റീജിയനിലും ക്ലോറോപ്ലാസ്റ്റും ഉണ്ടായിരിക്കും. അതായത് അപ്പർ എപ്പിഡെർമിസിലും ലോവർ എപ്പിഡെർമിസിലും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഈ ലീവ്സിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 എപ്പിഡെർമിസിലും സ്റ്റൊമാറ്റ കാണാം. അതിനെയാണ് ആംഫി സ്റ്റൊമാറ്റസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്നാൽ ചില സ്പീഷീസിൽ ലോവർ എപ്പിഡെർമിസിൽ മാത്രമായിരിക്കും സ്റ്റൊമാറ്റ കാണപ്പെടുന്നത്. അങ്ങനത്തെ കണ്ടീഷനെയാണ് ഹൈപ്പോസ്റ്റൊമാറ്റസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കണ്ടീഷനും സെലാജനല്ലയുടെ ലീവ്സിൽ കാണാൻ കഴിയും, ആംഫി സ്റ്റൊമാറ്റസും ഹൈപ്പോസ്റ്റൊമാറ്റസും. അപ്പോൾ ഇപ്പം ഈ ഒരു പിക്ചർ കാണിക്കുന്നത് സെലാജനല്ലയുടെ ലീഫ് അനാറ്റമിയാണ്. അപ്പോൾ ഇതിൽ നോക്കൂ, അപ്പർ എപ്പിഡെർമിസ്, ദെൻ ലോവർ എപ്പിഡെർമിസ്, ഇതിൻ്റെ ഇടയിൽ കാണുന്ന ടിഷ്യൂസാണ് മീസോഫിൽ ടിഷ്യൂസ്. ഓക്കെ, ദെൻ സെൻട്രൽ വാസ്കുലാർ സിലിണ്ടർ കണ്ടോ? അപ്പോൾ ഇവിടെ സ്റ്റൊമാറ്റ കാണുന്നുണ്ട്. ഇനി താഴെയും സ്റ്റൊമാറ്റ മീസോഫിൽ ടിഷ്യൂസ് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം മീസോഫിൽ ടിഷ്യൂ എന്ന് പറയുന്നത് മറ്റുള്ള ലീവ്സിലെ പോലെ തന്നെ ലൂസ്ലി പാക്ഡ് ആണ്, അല്ലെങ്കിൽ ലൂസ്ലി അറേഞ്ച്ഡ് ആണ്. തിൻ സെൽ വോൾഡ് സെൽസ് ആണ് മീസോഫിൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ സെൽ വോൾ വളരെ തിന്നായിരിക്കും. മാത്രമല്ല ഇവിടെ സെലാജനല്ലയിൽ മീസോഫിൽ ടിഷ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത് കൂടുതലും സ്പോഞ്ചി പാരങ്കൈമ സെൽസ് കൊണ്ടാണ്. എന്നാൽ വളരെ റെയർ ആയിട്ടായിരിക്കും ഈ സ്പോഞ്ചി പാരങ്കൈമ സെൽസിൻ്റെ കൂടെ പാലിസൈഡ് ലെയറും കൂടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ പാലിസൈഡും സ്പോഞ്ചി പാരങ്കൈമയും കൂടെ ഒരുമിച്ച് കാണുന്നത് റെയർ ആയിട്ടുള്ള കണ്ടീഷനിലാണ്. മിക്കപ്പോഴും എങ്ങനെയാണ് കാണുന്നത്? സ്പോഞ്ചി പാരങ്കൈമ സെൽസ് മാത്രമായിരിക്കും മീസോഫിൽ റീജിയനിൽ കാണപ്പെടുന്നത്. ഞാൻ സെലാജനല്ലയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെ ഈ പാലിസൈഡ് ലെയറും കൂടെ ഉണ്ടെങ്കിൽ അത് കാണുന്നത് മേളിലത്തെ ഭാഗത്താണ്, അപ്പർ സർഫസിലായിരിക്കും പാലിസൈഡ് ലെയർ കാണുന്നത്, താഴെ സ്പോഞ്ചി പാരങ്കൈമയും. മനസ്സിലായോ? ഇനി ക്ലോറോപ്ലാസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഷേപ്പ് സ്പിൻഡിലായിരിക്കും. പിന്നെ പൈറിനോയിഡ് ബോഡീസും കാണും. പൈറിനോയിഡ് ബോഡീസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നോൺ മെംബ്രെയിനസ് ബൗണ്ട് ഓർഗനൽസിനെയാണ്, അല്ലെങ്കിൽ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസിനെയാണ് പൈറിനോയിഡ്സ് എന്ന് പറയുന്നത്. ഇതിനകത്താണ് ഈ ഫോട്ടോസിന്തസിസിന് വേണ്ടുന്ന എൻസൈംസ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത്രയാണ് ലീവ്സിൻ്റെ പ്രത്യേകത. ഇനി അപ്പോൾ ലീഫിൻ്റെ മിഡ് വെയിന്, ഒരു സിംഗിൾ മിഡ് വെയിൻ അല്ലേ ഉള്ളൂ. ആ സിംഗിൾ മിഡ് വെയിനിൻ്റെ ബേസിലായിരിക്കും വാസ്കുലാർ ബണ്ടിൽ കാണുന്നത്. ഈ വാസ്കുലാർ ബണ്ടിലിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു ബണ്ടിൽ ഷീത്ത് ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ സൈലവും ഫ്ലോയവും അറേഞ്ച് ചെയ്തിരിക്കുന്നത് സൈലം സെൻറ്ററിലും ഫ്ലോയം സൈലത്തിന് ചുറ്റുമായിട്ടാണ്. ഇങ്ങനത്തെ അറേഞ്ച്മെൻറ്റിനെയാണ് ആംഫി ക്രൈബൽ അഥവാ എക്ടോഫ്ലോയിക് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതുകൂടാതെ തന്നെ സൈലത്തിലുള്ള ട്രക്കീഡ്സ് ആനുലറായിട്ടും സ്പൈറലായിട്ടും ഉള്ള തിക്കനിങ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ ഫ്ലോയത്തിലെ സീവ് എലിമെൻസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സൈലത്തിൻ്റെ ഫ്ലോയത്തിൻ്റെയും ഏറ്റവും വേണ്ടപ്പെട്ട 2 എലിമെൻസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്, ട്രക്കീഡ്സും സീവ് എലിമെൻസും. അപ്പോൾ സീവ് എലിമെൻസും ഇവിടെ കാണാൻ കഴിയും, പിന്നെ ട്രക്കീഡ്സും കാണാൻ കഴിയും. അപ്പോൾ ട്രക്കീഡ്സിനകത്ത് ആനുലർ ആൻഡ് സ്പൈറൽ തിക്കനിങ്സും കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ടെറിഡോഫൈറ്റയുടെ ലീഫ് അനാറ്റമിയുടെ പ്രത്യേകത. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പോർഷൻ പഠിക്കും. സോ താങ്ക്സ് അലോട്ട് മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ യുവർ പേഷ്യൻറ്റ് ലിസണിങ് ആൻഡ് കോപ്പറേഷൻ.